ദൈവത്തിൻ്റെ സമ്പൂർണ്ണ തിരിഹിതം വെളിപ്പെട്ട രാത്രി, കഷ്ടാനുഭവങ്ങളുടെ രാത്രി. യേശുവിനെ പിടിച്ചവർ യേശുവിൻ്റെ കണ്ണ് കെട്ടുകയും യേശുവിനെ തല്ലുകയും ചെയ്തു. അവർ യേശുവിനെ വളരെ പരിഹസിക്കുകയും ദുഷിക്കുകയും ചെയ്തു. മുഷ്ടി ചുരുട്ടി അവൻ്റെ മുഖത്ത് കുത്തി. അവർ അവൻ്റെ മുഖത്ത് തുപ്പി. പ്രിയപ്പെട്ടവരെ, വളരെ മൃഗീയമായ പീഡനങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ യേശു കടന്നു പോകുമ്പോൾ അവർ അവനോട് ചോദിച്ചു, നീ ദൈവപുത്രൻ തന്നെയോ? യേശു കർത്താവ് ആകെ തളർന്നിരിക്കുകയാണ്. അവർ യേശുവിനെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവൻ്റെ ശരീരത്തിൽ മാരകമായ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിൽ അവർ ഒരു ചോദ്യം ചോദിച്ചു, നീ ദൈവപുത്രൻ തന്നെയോ? ദൈവത്തിൻ്റെ ദൂതൻ ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ വന്ന മറിയയോട് പറഞ്ഞൊരു ദൂതുണ്ട്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. യേശു ഈ ഭൂമിയിൽ ജനനമെടുക്കുന്നതിന് മുൻപ് മറിയയോട് ദൈവം പറഞ്ഞ ആലോചന, നിന്റെ ഉദരത്തിലുരുവാകുന്ന കുഞ്ഞ് ദൈവോത്തരനാണ്. യേശുവിൻ്റെ 30-ാമത്തെ തിരുവയസ്സിൽ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങുമ്പോൾ പിതാവിങ്കൽ നിന്നൊരു ശബ്ദം വന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. യേശുക്രിസ്തു മറിയയുടെ മകൻ, യോസഫിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ ആരും ഉപദ്രവിക്കുകയില്ലായിരുന്നു. എന്നാൽ പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്ത വചനത്തെ യേശു വിളിച്ചു പറഞ്ഞപ്പോൾ ശക്തമായ പോരാട്ടമാണ് അവിടെ നടന്നത്. ആ പോരാട്ടത്തിൻ്റെ നടുവിലും ദൈവപുത്രൻ തന്നെയോ എന്ന ചോദ്യത്തിന് യേശു പറഞ്ഞു, അതെ, അത് ഞാനാകുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ ദൈവപുത്രൻ തന്നെ. ഇന്നു മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുഭാഗത്ത് ഇരിക്കും എന്നുകൂടി പറഞ്ഞു. പിതാവ് തനിക്ക് നൽകിയ വാഗ്ദത്തത്തെ വിളിച്ചു പറയാൻ യേശു കർത്താവ് മടി കാണിച്ചില്ല. ശക്തമായ പീഡനത്തിന് നടുവിലും പിതാവിങ്കൽ നിന്ന് ലഭിച്ച വചനത്തെ യേശു ഉറക്കെ പ്രഖ്യാപിച്ചു, ഞാൻ ദൈവോത്തരനാണ്. മൂപ്പന്മാർ തങ്ങളുടെ വസ്ത്രം കീറി. എന്നിട്ട് പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറഞ്ഞു, ഇവൻ മരണയോഗ്യനാകുന്നു. പ്രിയപ്പെട്ടവരെ, കഷ്ടാനുഭവങ്ങളുടെ സമയത്തും യേശു ഉറക്കെ പറഞ്ഞു, ഞാൻ കേട്ട ശബ്ദം സത്യമാണ്, ഞാൻ ദൈവപുത്രനാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് നിങ്ങൾ ദൈവത്തിങ്കൽ നിന്ന് കേട്ടത്? ഇന്ന് പകൽ തിരുവചനത്തിൽ നിന്ന് ഞാനത് ആവർത്തിച്ചാൽ എത്ര പേർ ആമേൻ പറയും? യേശുവിനെ സ്വീകരിച്ച പ്രിയപ്പെട്ടവരെ, ദൈവം എന്താണ് നിങ്ങൾക്ക് എഴുതി തന്നതെന്ന് നിങ്ങൾ അറിയുന്നുവോ? യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കാൺമിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം അങ്ങനെ തന്നെ ആകുന്നു. നാം ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, അപ്പാ പിതാവേ എന്ന് വിളിക്കത്തക്കവണ്ണം
പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത്. നാം മക്കളാകുന്നു. മക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു. നിങ്ങളുടെ സാഹചര്യം അത് എത്ര മോശമാണെങ്കിലും ഇന്നു പകൽ ഈ വചനത്തോട് നിങ്ങൾ പ്രതികരിക്കണം. ഇത് ദൈവത്തിൻ്റെ വാക്കാണ്. നീ ദൈവ പൈതലാണ്. നീ യേശുവിൻ്റെ മകനാണ്. നീ യേശുവിൻ്റെ മകളാണ്. നീ രാജാതിരാജാവിൻ്റെ മകനാണ്. നിന്നെ കെടുത്തിക്കളയാൻ ആർക്കും സാധ്യമല്ല. യേശു പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ ദൈവശക്തിയുടെ വലത്തുഭാഗത്തിരിക്കും. നിങ്ങളെ കൊന്നുകളയാൻ ശത്രു ഇന്നു പകൽ തീരുമാനിച്ചാലും നിങ്ങൾ പറയണം, ക്രിസ്തുവിൽ ഞാൻ മരിച്ചാൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ വിശ്രമിക്കും. വിശ്വാസത്തോടെ വചനം പ്രഖ്യാപിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.